വെറും ഒരു 200 ഗ്രാം ബദാം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിലൊരു ഹോം മെയ്ഡ് ബദാം മിൽക്ക് പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, ടേസ്റ്റ് അടിപൊളിയാണ് ഇത് കുടിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ 200 ഗ്രാം അളവിന് ഞാൻ ബദാം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കണം. ഒന്നീ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിലിട്ടിട്ട് അതിൽ കുറച്ച് അത് മുങ്ങി നിൽക്കും വരെ ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഈ തൊലി എടുത്ത് കളയാൻ പറ്റും. ഇപ്പോൾ തൊലിയെല്ലാം മാറ്റിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു നനവുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ ചീനിച്ചട്ടിയിൽ വേറെ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ നല്ല തോന്നു വരുന്ന പോലെ വെള്ളമെല്ലാം മാറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അല്ല വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടി നമുക്ക് പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ ഇത് പുറത്ത് തന്നെ വെച്ച് യൂസ് ചെയ്യാം, ചീത്തയൊന്നും ആവില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത ശേഷം നമ്മൾ ബ്ലെൻഡറിൽ ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 3 ഏലയ്ക്ക, പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിന് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പൗഡറാക്കി എടുക്കാം. നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് ഹൈ സ്പീഡിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ നട്ട്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിൽ എണ്ണ തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പയ്യെ ഇട്ട് നന്നായിട്ട് ഒന്ന് പൗഡറാക്കി എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം അളവിന് നമുക്ക് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഷെൽ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബദാം മിൽക്ക് പൗഡർ റെഡിയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഹോർലിക്സ്, ബൂസ്റ്റൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ നമുക്ക് ധാരാളം ഇട്ട് കൊടുക്കാം. പക്ഷേ എന്നും കൊടുക്കണ്ട. നമ്മൾ ഒരാഴ്ചയിൽ 2-3 ദിവസമൊക്കെ നമുക്ക് ധാരാളം ഇത് കൊടുക്കാം. കുട്ടികൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. വെറുതെ നമ്മൾ ബദാം കഴിക്കാൻ പറഞ്ഞാൽ ഇവരൊന്നും ഒരിക്കലും കഴിക്കത്തില്ല. ടേസ്റ്റും അടിപൊളിയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാലിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ആക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മധുരമായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കുടിക്കാം. അല്ല നമുക്ക് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളുടെ ഇഷ്ടമാണ്. അടുത്തതായിട്ട് ഇപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. ഇപ്പം ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിന് നമുക്ക് ഈ ബദാം പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പിന്നും നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ബദാമിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി ആ ഏലക്കയുടെയും പാൽപ്പൊടിയുടെയും എല്ലാത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എൻ്റെ മോനൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്. അവൻ വളരെ ഇഷ്ടപ്പെട്ട് കുടിക്കുന്ന ഡ്രിങ്കാണിത്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, അടിപൊളിയാണ്, ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഒന്നി ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റീൽ പാത്രത്തിലോ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. പുറത്ത് വെച്ച് നമുക്ക് 1 മാസം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചാൽ മതി. ഒരുപാട് പൊടിച്ച് വെച്ച് നമ്മൾ ഒരുപാട് ദിവസമൊന്നും വെച്ചേക്കേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും ഇത് യൂസ് ചെയ്യാം. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.